welcome back to the crazy video, and now you're watching my little world. എൻ്റെ സൗണ്ട് പോയിരിക്കുന്നു, ചെറിയൊരു ജലദോഷമുണ്ട്, അത്രേ ഉള്ളൂ. ഇപ്പം രാവിലെ എത്ര മണിയായി? ഇപ്പം രാവിലെ 8:15 ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. 8:18 18 അപ്പം ഞാൻ സാധാരണ ഒരു 7:30 ആകുമ്പോഴാണ് സാധാരണ ഞാൻ ഇരുന്നേക്കാറ്, സത്യം പറഞ്ഞു. പക്ഷേ എനിക്ക് 3 അലാമം ഉള്ള എന്നെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി. ഫസ്റ്റ് ഒരു 7 o'clock ഒരെണ്ണമുണ്ട്, 7:15 ഒരെണ്ണമുണ്ട്, 7:28 ഒരെണ്ണമുണ്ട്. അങ്ങനെ കാരണം ഞാൻ എഴുന്നേൽക്കണമെങ്കിൽ എനിക്കൊരു 3 തവണ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പറ്റുള്ളൂ. അപ്പം പക്ഷേ ഇന്ന് രണ്ടാമത്തെ അലാം അടിച്ചപ്പം എൻ്റെ ഈ കട്ടൻസ് റെഡാണല്ലോ, അപ്പം ഈ ഇവിടെ ഇതിങ്ങനെ അടഞ്ഞ് കിടക്കുമായിരുന്നു. അപ്പോൾ പ്രോപ്പർ റെഡ് ലൈറ്റായിരുന്നു വന്നുകൊണ്ടിരുന്നത്, പ്രോപ്പർ റെഡ്. അങ്ങനെ ഞാൻ എഴുന്നേറ്റിട്ട് ഉറക്കപ്പിച്ചിലും കൂടി ഇരിക്കുന്നുണ്ട്. ഞാൻ ഓർത്ത് എൻ്റെ കണ്ണിനെന്തോ കുഴപ്പമാണോ, എനിക്കിപ്പോൾ പുള്ളി നീ റെഡിലെ കാണാൻ പറ്റും എന്തൊക്കെയോ ചിന്തിച്ചു. അത് കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് പിന്നെയാണ് ഈ സണ്ണിൻ്റെ കാര്യം ഓർത്തത്. സണ്ണിൻ്റെ കാര്യം ഓർത്തപ്പോൾ ഞാനിത് വന്ന് തുറന്നു നോക്കിയപ്പോൾ എന്ത് ഭംഗിയുള്ള സൺറൈസ് ആയിരുന്നു കാര്യം. പക്ഷെ ഇപ്പം ശരിക്കും കാണത്തില്ല സൺറൈസ്. ഐ മീൻ സണ്ണിനെ കാണാം, സണ്ണ് പ്രോപ്പറായിട്ട് അവിടെ ഉണ്ട്, പക്ഷേ ഫോണിൽ കൂടെ കാണിക്കാൻ പറ്റത്തില്ല. അവിടെ ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് നല്ല നന്നായിട്ടുണ്ട്. ഇതാണോ, നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. അവിടെ നിന്ന് ഇങ്ങനെ വട്ടടിക്കുന്നതാണ്. എന്നിട്ട് അപ്പം കുറച്ച് നേരമെങ്കിൽ ഇങ്ങനെ നിൽക്കാൻ നിർത്തും. വല്ലപ്പോഴാണ് ഇങ്ങനത്തെ സൺറൈസൊക്കെ കിട്ടുന്നത്. തണുത്ത കാറ്റും സണ്ണിൻ്റെ ഒരു ചൂടും ഒരു കുട്ടിയാകാൻ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടിയിട്ട് മൂക്കടഞ്ഞിരിക്കുക. സോറി. ഓക്കെ, അത് അപ്പോൾ ഞാനോർന്നു കുറച്ച് നേരം ഇരുന്നിട്ട് പല്ലൊക്കെ തേക്കാൻ പോവാത്. പല്ലൊക്കെ തേച്ച് റെഡിയാവാന്നോ ഇനി കിടന്ന് ഉറങ്ങണമെന്ന് ഓർത്ത് ഗൈസ്. ഞാൻ നല്ല കുട്ടിയായി. നല്ല കുട്ടിയൊക്കെ എന്തായാലും സൂപ്പർ റെഡി. നിങ്ങൾക്ക് ഈ ഫീല് മിക്കപ്പോഴും നാട്ടിലായിരുന്നപ്പം പള്ളി പോകേണ്ട ദിവസങ്ങളിൽ നേരത്തെ എഴുന്നേൽക്കണം. അപ്പം ഞായറാഴ്ച അപ്പം ഞങ്ങളുടെ നല്ലൊരു ഫീല് കിട്ടും. സ്കൂളിൽ പോകേണ്ടത് 8 മണിക്ക് ആയതുകൊണ്ട് ഞങ്ങൾ 7 മണിക്ക് എഴുന്നേൽക്കും. ആ ടൈപ്പ് സാധനങ്ങളാണ്. അപ്പം ഞാനും അങ്ങനെയായിരുന്നു, ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ്. നേരത്തെ എഴുന്നേറ്റ് പോലൊന്നുമില്ല അങ്ങനെ. അതെ ഗൈസ്, ഇപ്പം സമയം 7:26 പോയി പല്ലൊക്കെ തേക്കണം. അപ്പം എൻ്റെ ഒരു ഡേ ആണ് നിങ്ങളെ ഡേ അല്ല, രാവിലെയാണ് കഴിക്കുമ്പോൾ. പക്ഷെ ഇത് അടച്ചിടണം ഗൈസ്, അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ പോകാൻ നേരത്തെ അടച്ചിടാൻ നല്ലത്. ഞാനിവിടെ കാസാറെ കയറി നിന്നിട്ട് എനിക്ക് ജനലിൽ കൂടെ നോക്കാൻ പറ്റുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ പല്ലൊക്കെ പോകാം. ഗൈസ്, ഞാൻ ഇതൊക്കെ വിരിച്ചിടുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ സത്യമായിട്ട് ഞാനിത് വിരിച്ചിടും. പക്ഷേ എൻ്റെ മോർണിംഗിൽ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നിങ്ങൾ കാണിച്ചു തരാൻ വന്നുകൊണ്ട് ഞാനിതും കാണിച്ചു തരുന്നു. ഇത് കണ്ടോ, ഞാൻ കിടന്ന സ്ഥലത്ത് കുഴിയായി. ഈ തലവണ ഇത് അകത്തോട്ട് പോയി. ഓക്കെ, സെറ്റാക്കി ഗൈസ്. റൈറ്റ്, എന്തായാലും നിങ്ങൾക്ക് കണ്ടുപരിചയമുണ്ടോ ഇതാരാന്ന്? ഓക്കെ, പല്ലൊക്കെ വെള്ളമൊക്കെ അമ്മയോട് ഞാൻ സന്തോഷൻ്റെ കാര്യം വന്നപ്പോൾ അമ്മ എന്നെ ഒരു പുച്ഛം. ഇവിടെ കണ്ടോ, സൂപ്പറല്ലേ? വാവ്. പക്ഷേ വെള്ളം കിട്ടില്ല. അതാ പട വരാം, ചെയ്യുന്നതിന് ഭയങ്കര പട പോയി.
അതങ്ങനെ ഈ ഗ്ലാസ് എനിക്ക് ഇഷ്ടം. ഞാനിതൊരു 1 വീഡിയോയിൽ എടുക്കാമെന്ന് നോക്കുന്നതുകൊണ്ടാട്ടോ കട്ട് ചെയ്ത് കാണിക്കാത്തത്. എനിക്കിങ്ങനെ ക്യാമറ ഇട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഫോണാ. ഇപ്പോഴും കൊണ്ടുവയ്ക്കട്ടെ ഗെയ്സ്. അപ്പം ഞാൻ രാവിലെ കുളിക്കുന്ന ഒരാളല്ല, അതുകൊണ്ട് ഞാൻ ഫേഷ്യൽ സ്ക്രബിൻ്റെ വിറ്റാമിൻ സിൻ്റെ ഒരു ഫേഷ്യൽ സ്ക്രബ്, ഈ സ്ക്രബോ അല്ലെങ്കിൽ ഇതോ ഈ ഒരു മാംഗോൻ്റെ ഒരു ഫേസ് വാഷാണ് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ മാംഗോൻ്റെ ഫേസ് വാഷ് ചെയ്യണം. അയ്യോ തുറക്കില്ല. ഓക്കെ, എനിക്ക് ഈ ഒരു ഇത് നല്ല സെൻറ്റാട്ടോ. ചെറിയ റിയൽ മാംഗോൻ്റെ ഇതുണ്ട്, പക്ഷെ ഇത് നല്ല ഒരു ജെല്ലോ ടൈപ്പാണ് ഇതിൻ്റെ. ഇത് എന്നുള്ളത് വരാൻ പാടാ, കണ്ടോടെ. ഓയ് നല്ല ഭംഗിയിലേക്കാണ് ഈ ഹണി വരുന്നവരുണ്ട്. ഓക്കെ ഇട്ട് ഓക്കെ. പിന്നെ കുറച്ച് മതി, ഇത് ഇത്ര എടുത്തിട്ടുള്ളൂ ഞാൻ. ഇത് ഇത്ര എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ യെസ് 2 സ്ക്വീസ്. ഞാൻ ഓൾറെഡി മുഖം നനച്ചിട്ടുണ്ട്. അപ്പോൾ പുരട്ടുമ്പോൾ എനിക്ക് ഫസ്റ്റ് കുറച്ചേരം കളിച്ചാൽ സുഖമുണ്ട്. പക്ഷേ എനിക്ക് ചില സമയത്ത് ഇതിന് മറ്റേ ഇതിൻ്റെ മണം തോന്നും, മരുന്നിൻ്റെ മണം മീൻസ് മാംഗോ ഫ്ലേവറിൻ്റെ മധുരം. മാംഗോ ഫ്ലേവറുള്ള മരുന്നിൻ്റെ ഒരു മിക്സഡ് മണം. പാരസെറ്റമോൾ അല്ലല്ലോ, ഒരു മരുന്നുണ്ട് കഫക്കെട്ട് വരുമ്പോൾ കഴിക്കുന്ന ഒരു മരുന്നില്ലേ, അത് കുറച്ചേറെ എടുത്തോന്നൊരു സംശയം കേട്ടോ. 2 സ്ട്രിപ്പ് ഞാൻ ഫസ്റ്റ് സ്ട്രിപ്പിൽ തന്നെ അത്യാവശ്യം എടുത്തെന്ന് തോന്നുന്നു. എന്നിട്ട് എനിവേ let's just go for it. I look like a predam. Pada right. കൊട്ട് വെച്ചേകളെ. ഓക്കെ, സമയമില്ല. ഞാൻ ഒത്തിരി ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുങ്ങാനുള്ള സമയം കിട്ടത്തില്ല. ഹെയർ സ്റ്റൈൽ കിട്ടുന്നതാണ്. നോർമലി ഞാൻ പോണിട്ടാണ് കിട്ടാറ്. പോണിട്ടയില് പിന്നെ എന്താ ബണ്ണ്, ഹാഫ് ബോഡി, നല്ല തണുത്താണ്. നല്ല അമ്മാതിരി തണുത്തോളത്തിലാണ് കഴിയുന്നത്, മുഖവും കൈയൊക്കെ കഴിയുന്നത്. കാരണം ഇറ്റ്സ് ഗുഡ് ഫോർ യുവർ ബ്ലഡ് സർക്കുലേഷൻ. ഞാൻ ഐസ് മുക്കി വെക്കാനുള്ള സമയത്തുണ്ട്. നല്ല അമ്മാതിരി തണുത്ത വെള്ളത്തിൽ മുഖവും കഴിയും. പിന്നെ ചൂടുവെള്ളം മുഖത്തൊഴിക്കുന്നത് ഒരിക്കലൊരു നല്ല കാര്യമല്ല. Look at that glossiness on my face. Right. നമുക്ക് അമ്മയുടെ തോർത്ത് വെച്ച് നോക്കാം. കാരണം അമ്മയ്ക്ക് ഇഷ്ടമില്ല നമ്മൾ അമ്മ പറയും അമ്മയുടെ തോർത്ത് യൂസ് ചെയ്യല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എല്ലാവരും അമ്മയുടെ തോർത്ത് യൂസ് ചെയ്യാം. ഓക്കെ, വിരിച്ചിട്ടേക്കാം, അല്ലെങ്കിൽ കാണാതെ പോയി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പോവാം. ദൈവമേ സമയമില്ലേ. ഓക്കെ റൈറ്റ് ഗൈസ്, ബൈ ഗൈസ്. ഗൈസ് ഞാൻ കയറി വന്നപ്പോൾ എന്താ ഭംഗിയായി വെയിൽ കാണാൻ. ഞാൻ സാധാരണ ഈ കട്ടൻ തുറന്നിടാറില്ല, കാരണം ഞാൻ എഴുതിക്കുമ്പോൾ ഇങ്ങനെ വെട്ടൊന്നും കാണാറില്ല. എനിക്ക് ഒന്നോടെ സണ്ണിനെ കാണാം. സമയം പോയി. ഹായ് സൺ, വാട്സപ്പ്. നല്ല സൺലൈറ്റ് ഉണ്ട്. സൺറൈസിൻ്റെ ടൈമിൽ എൻ്റെ റൂമിലാട്ടോ വെട്ടം വരിക. സൺസെറ്റിൻ്റെ ടൈമിൽ അവൻ്റെ റൂമിൽ വരിക, കിച്ചൺ. എന്നാലും ലൈറ്റ് ഇടണം, കാരണം
ഇവിടെ ഈ ഒരു സൈഡിൽ വെട്ടം വരില്ല, കാരണം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നിടത്തോളം ഇങ്ങനെ അതല്ലേ. ഓക്കെ അപ്പം ഞാൻ വേഗം യൂണിഫോം വരെ സമയം പോയി. അപ്പം ഞാൻ യൂണിഫോം ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതും ഇനി ടൈറ്റ് കൊടുക്കണം. ഞാൻ ടൈ എനിക്ക് സത്യം പറഞ്ഞാൽ ടൈ കെട്ടാൻ ഇവിടെ പ്രോപ്പറായിട്ട് കെട്ടാൻ കൂടാ. അപ്പോൾ ഒരു തവണ പ്രോപ്പറായി കെട്ടിക്കഴിഞ്ഞാൽ അതൊന്നെങ്കിൽ അപ്പായോ അമ്മയോ അല്ലെങ്കിൽ ഞാൻ യൂട്യൂബിൽ നമുക്ക് എങ്ങനെയെങ്കിലും കെട്ടുന്നതായിരിക്കും. അങ്ങനെ ഒരു തവണ കെട്ടിക്കഴിഞ്ഞാൽ ആ വർഷം മുഴുവൻ ഇങ്ങനെ തന്നെ ഉള്ളൂ. ഇത് ഞാൻ സ്കൂളിൽ ഫസ്റ്റായപ്പോൾ അല്ല, ഇത് അലക്കാനിടണ്ടേ, അലക്കുമ്പം കഴുകുന്ന സമയങ്ങളിൽ ഊരിയിട്ട് റീഡു ചെയ്യേണ്ടി വരും, അങ്ങനെ വരുന്നേ ഉള്ളൂ. ഇതിനെനിക്ക് തോന്നുന്നു ഒരു മന്തൊക്കെ ആയെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ റൈറ്റ്. യെസ്, ഞാൻ പോണിറ്റെയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതെ, ഞാൻ വേറെ കാര്യമില്ല. ഇനി മുടി കെട്ടണം. എൻ്റെ ദൈവമേ, സമയം പോകരുതെന്ന് എനിക്ക് പേടി. സമയം പോയി കഴിഞ്ഞാൽ ബസ് മിസ്സായി കഴിഞ്ഞാൽ സ്കൂളിൽ ലേറ്റായി കഴിഞ്ഞാൽ ഡിറ്റൻഷൻ ഉറപ്പ്. ഡിറ്റൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബിഹേവ് ബുക്ക്. പിന്നെ എൻ്റെ ആ ഒരു ഞാനിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒരു നൈസ് കിഡായിട്ടുള്ള രീതിയിലാണ് ഞാൻ പോകുന്നത് ഇപ്പോൾ സ്കൂളിൽ എനിക്ക് വഴക്കൊന്നും കിട്ടാറില്ല. എല്ലാ പരിപാടികളും വർക്കുകളൊക്കെ ചെയ്യും, എല്ലാ ഹോംവർക്കും ചെയ്യും. ഹോംവർക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് മാത്സിൻ്റെ ഹോംവർക്ക് തന്നുവിട്ടിട്ടുണ്ട്. അത് ഇനി അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ തീർത്ത് കൊടുക്കണം. ഇന്ന് കൊണ്ടുവരുന്നവർ കൊണ്ടുവന്നോളം പറഞ്ഞായിരുന്നു, പക്ഷെ ഞാൻ ബിക്കോസ് എനിക്ക് സമയം വേണം. പിന്നെ എനിക്ക് ഡ്യൂ ഡേറ്റ് കൊടുക്കുന്നതാണ് ഒരു ഫീൽ. ഓക്കെ, ഞാൻ ഇന്ന് കെട്ടാൻ പോകുന്നത് ഞാൻ ഈ ഒരു കുഞ്ഞ് 2 സാധനങ്ങളാണ് കേട്ടോ കെട്ടുന്നത്. ഈ ഒരു ഹെയർ സ്റ്റൈല് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ, ലൈക്ക് എങ്ങനെ ചെയ്യണമെന്ന് കാണുന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി, ഞാനത് കാണിച്ചു തരാം. അതിൻ്റെ തന്നെ ഒരു വീഡിയോ ഇടാം. ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നൊക്കെ ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ഇടാം കേട്ടോ ഗൈസ്. ഇത് മറ്റേ കുഞ്ഞുള്ള പോലെ കിട്ടുന്ന പോലെ ഈസി ഹെയർ സ്റ്റൈലാണ് ഇത്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് മിഡിലിൽ പാർട്ടിഷൻ ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. എനിക്ക് മിഡിൽ പാർട്ടിഷൻ അല്ല, ബട്ട് യെസ്, ഐ ലൈക്ക് this hairstyle kind of a lot. I don't know. Marisoda. ഇത് ഹെയർ കുറവാണോ അതോ അല്ല, എനിക്ക് തന്നെ കൺഫ്യൂഷനായി ഹെയർ സ്റ്റൈൽ ചെയ്യുമ്പോൾ. 13 മിനിറ്റായോ നമ്മുടെ വീഡിയോ? ഓക്കെ, അപ്പം ഞാൻ 13 മിനിറ്റായിട്ട് കിടന്ന് കളിക്കാൻ തുടങ്ങിയതാണെന്ന് അർത്ഥം. ദൈവമേ, എൻ്റെ മുടി ഉടക്കി. ഓക്കെ, ഞാൻ ഇത് റീഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഹെയർ സ്റ്റൈൽ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ക്യൂട്ട് ഹെയർ സ്റ്റൈലാണ്. പിന്നെ എനിക്ക് പേടി ബാക്കിൽ നിന്ന് എനിക്ക് കാണത്തില്ലല്ലോ, ബാക്കിൽ നിന്ന് എനിക്ക് കാണത്തില്ലാത്തതുകൊണ്ട് ബാക്കിൽ നിന്ന് നിൽക്കുന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം ഞാൻ പോകാൻ നേരം നമുക്ക് എൻ്റെ അനിയനോട് ചോദിക്കാം, അല്ലെങ്കിൽ അവൻ്റെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചത് കാണിക്കും. യാസ്, ഓക്കെ, കുഴപ്പമില്ല തോന്നുന്നു. എൻ്റെ മുടി ഭയങ്കര പഫായിട്ട് തോന്നില്ലേ? നിങ്ങൾക്കാണോ എന്ന് അറിഞ്ഞോളാം, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട്. അതിരക്ക് പോവാതെ ഈ കുഞ്ഞു സാധനങ്ങൾ കെട്ടിയെടുക്കുന്നത് കണ്ടിട്ട് എനിക്ക് തന്നെ കുഞ്ഞു പിള്ളേരെ പോലെ തോന്നുന്നു. ലൈക്ക് ഓക്കെ, നമുക്ക് ഒത്തിരി ഹെയർ സ്റ്റൈലിലേക്ക് പോകാതെ നമുക്ക് ഡ്രൈ ക്രീം പെട്ടി കൊടുക്കാം. ഇനിയും ജസ്റ്റ് ഒരു കുട്ടി മേക്കപ്പ് ഒന്നും വിളിക്കാൻ പറ്റത്തില്ല, കാരണം ഇത് മേക്കപ്പ് അല്ല, സ്കിൻ കെയറും വേണമെങ്കിൽ. സ്കിൻ കെയറും അല്ല, മേക്കപ്പും അല്ല, എന്താ അത്? ഞാൻ ക്രീം കൂടുതൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ കുറച്ച്
കൈ കൂടി പോയി കഴിഞ്ഞാൽ അതിങ്ങനെ തിരുമ്പും. അപ്പം നമ്മുടെ കയ്യെ കുറേ പോകും പ്രോഡക്റ്റ്. അതാണ് ഞാൻ ചെയ്യാറ്. എന്നിട്ടും എനിക്ക് കൂടിയതുപോലെ തോന്നുന്നു ഈ ഫേസിൽ. എനിക്ക് ഫേസിൽ അത്ര പ്രൊഡക്റ്റ് ഇരിക്കുന്നത് ഇഷ്ടമില്ല. പ്രൊഡക്റ്റ് ഫീൽ ഉണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതല്ലെങ്കിൽ അല്ല, പ്രൊഡക്റ്റ് ഫീല് ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമില്ല. ഞാനത് വന്ന് കഴുകി കളയാ. ലൈക്ക് ഞാനത് പ്രോപ്പറായിട്ട് സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ എന്താണേലും ഒരു കുളി ഉണ്ടല്ലോ. ഞാൻ രാവിലെ വിളിക്കുന്നതാണല്ല. എൻ്റെ ഒരു കുട്ടി ഫേസ് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാമോ? ദൈവമേ, എങ്ങനെ ചെയ്താലോ? കണ്ണാടി നോക്കി ചെയ്യുന്നത് കാണുമെന്ന് ഞാൻ വിളിക്കും. പക്ഷെ അതൊരു കുട്ടി ഫേസിൻ്റെ ഒരു ജോ ലൈൻസൊക്കെ ഒന്ന് നേർന്ന് നിൽക്കാനോ അങ്ങനെ എന്തൊക്കെയോ പറയാം. ഓക്കെ, സോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെ കൈവെക്കും. എന്നിട്ട് ഈ താഴത്തെ ജോലൊരു ഇങ്ങനെ ആക്കും. അപ്പം ഞാൻ ഡ്രൈ ക്രീം പുരട്ടി ഉണങ്ങുന്ന അത് അബ്സോർബ് ആവുന്നതിന് മുന്നേ തന്നെ ഈ പരിപാടി ചെയ്യണം. എന്നാലേ അത് പ്രോപ്പറായിട്ടത് സ്മൂത്തായിട്ട് പോകത്തുള്ളൂ. അല്ലെങ്കിൽ സ്കിന്നിനെ ഡാമേജ് ചെയ്യും. അതുകൊണ്ട് എന്നിട്ട് മൂക്ക് സെയിം ആ ഒരു പൊസിഷൻ വെച്ചിട്ട് മൂക്ക് എനിക്ക് ഹൈ ആയിട്ട് വെക്കാനൊരു സ്ഥലമില്ല ഇട്ടിങ്. അതുകൊണ്ടായിട്ട് നിങ്ങൾ താഴെ മീൻസ് ഡെസ്കിലാണ് വെച്ചേക്കുന്നത്. പക്ഷെ ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നതുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നുണ്ടല്ലേ. പക്ഷെ എനിക്ക് മസ്കാര ഇടുമ്പോൾ എഴുന്നേറ്റ് നിന്നില്ലെങ്കിൽ സമയം തന്നെ ഉണ്ടാവില്ല. കാരണം എനിക്ക് അങ്ങനെ അടുത്തൊന്ന് കണ്ടിട്ട് ചെയ്ത പോലെ എനിക്കൊരു ഫുൾ ഫീൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കിട്ടിയാലോ? അതാകുമ്പോൾ അത് ഒത്തിരി ലൈക്ക് ഇതല്ലല്ലോ, എന്തല്ലല്ലോ. ഇങ്ങനെ കിട്ടിയൊരു ലുക്കില്ല. പക്ഷെ എനിക്കിങ്ങനെ തന്നെ മതി പോ. പക്ഷെ ഇനി താഴെ ചെന്ന് ഇറങ്ങി നിൽക്കുമ്പോൾ അമ്മ പറയും സെക്കൻഡറി സ്കൂളിലൊക്കെ കൊച്ചവള് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പോകണമെന്ന് പറയും. ചിലപ്പോൾ എൻ്റെ കൂടെ അങ്ങ് നിൽക്കും. അപ്പ ഇന്നലെ കൂടെ എൻ്റെ കൂടെ നിന്നായിരുന്നു. ഇങ്ങനെയല്ല ഞാൻ കെട്ടിയത്. ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ താഴെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് ഞാൻ ചെയ്തത്. കണ്ണ് കണ്ടോ? ഞാൻ ഇങ്ങനെ പൗഡർ ചെയ്യുന്ന ഒരു സ്ഥലം കണ്ണ് മാത്രമാണ്. അമ്മച്ചി ലുക്ക. വാവ്. ഓക്കെ, ഞാൻ ഈ ഒരു കണ്ണിൻ്റെ ഇവിടെ മാത്രം പൗഡർ അപ്ലൈ ചെയ്യാറുള്ളൂ. കാരണം അത് ഡ്രൈ ക്രീമോ മോയ്സ്ചറൈസർ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓയിലി ലുക്ക് ആ കണ്ണിൻ്റെ സൈഡിൽ നമ്മളിങ്ങനെ എടുത്ത് നിൽക്കുന്ന പോലൊരു സംഭവമുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്കുണ്ട്. കണ്ണിൽ ഓയിലി ലുക്ക് തരും. ഓയിലി സ്കിൻ അല്ലെങ്കിലും ഓയിലി തരും. അങ്ങനെ എന്നിട്ട് അപ്പം എനിക്ക് പൗഡർ പറ്റിയാൽ സെറ്റാവും. അപ്പം ഞാനത് പറ്റും. ചില ദിവസം തോന്നാറില്ല, ചില ദിവസം തോന്നും. മിക്ക ദിവസങ്ങളും തോന്നും, ചില ദിവസങ്ങളിൽ തോന്നില്ല. അപ്പം ഞാൻ ചെയ്യത്തില്ല. കാരണം കണ്ണിലോട്ടൊരു ഓക്കെ, ഇനി നമുക്ക് മസ്കാര പറ്റുക. മസ്കാര നമുക്ക് വളരെ ലൈറ്റായിട്ട് നാച്ചുറലായിട്ട് ചെയ്യണം. ഞാനില്ലേ ഈ പൗഡർ പറ്റുന്നതുകൊണ്ട് മാത്രമേ ഈ മസ്കാര പറ്റുന്നത്. കാരണം ഞങ്ങൾക്ക് സ്കൂളിൽ സത്യം പറഞ്ഞാൽ മേക്കപ്പ് അലൗഡ് അല്ല. എന്നാലും ലൈക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് ഈ ഒരു കണ്ണിൻ്റെ ഇതിലവിടെ ഓയിലി സ്കിന്ന് വന്ന പോലെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പൗഡർ അപ്ലൈ ചെയ്യും. പൗഡർ വരട്ടി കഴിഞ്ഞാലോ കണ്ണിൻ്റെ ആ ഒരു ലുക്ക് പോയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. കണ്ണിൻ്റെ ആ ലുക്ക് പോയെന്നല്ല, എൻ്റെ ലാഷസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാച്ചുറൽ ലാഷസിന് എനിക്ക് നല്ല ഇഷ്ടം. അത് എടുത്ത് നിൽക്കുന്നതാണ്. പക്ഷേ അത് എടുത്ത് നിൽക്കത്തില്ല. പൗഡർ ഇട്ടിക്കഴിഞ്ഞാൽ അതെന്തോ അമ്മച്ചിമാരുടെ കണ്ണല്ല, എന്താ പറയുക, ആണോ ലൈക്ക് ഇതെടുക്കാൻ തോന്നുന്നു. തുറക്കാൻ പറ്റുന്നില്ല ദൈവം. ഓക്കെ, പ്രോഡക്റ്റ് മുഴുവൻ വരിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അത്ര പ്രോഡക്റ്റ് ഇല്ലാത്ത മസ്കാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. എൻ്റെ പ്രോഡക്റ്റുള്ള മസ്കാര അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ പ്രോഡക്റ്റുള്ള മസ്കാര ഞാൻ പ്രോഗ്രാമിനൊക്കെ മസ്കാരയായിട്ട് പരട്ടും. മസ്കാര കാണണം, മസ്കാര പരട്ടിയിട്ടൊന്ന് ആൾക്കാർ അറിയണം. അങ്ങനെയുള്ള പണമാണ് ഞാനത് യൂസ് ചെയ്യാറ്. കൂടുതലും പ്രോഡക്റ്റുള്ള സാധനം. ഇതേലത്തെ പ്രോഡക്റ്റ് ഇല്ലെങ്കിലും ഞാനത് കുറേ വടിച്ചിട്ട്
ഒത്തിരി പ്രൊഡക്റ്റ് ഇല്ലാതെ ജസ്റ്റ് അതിനൊന്ന് നേർത്ത് നിൽക്കാൻ വേണ്ടി, നേർത്തല്ല, കളർ കൊടുക്കാൻ വേണ്ടി, കറക്റ്റ് വേർഡ്, കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് അപ്ലൈ ചെയ്യാറുണ്ട്. കേസ് നിങ്ങളെ ഞാൻ കുറേ നേരമായില്ലേ ബോറടിപ്പിക്കാൻ തുടങ്ങിയിട്ട്. ഓക്കെ, ഞാൻ മസ്കാര എങ്കിൽ പുരട്ടിയിട്ട് വന്നാൽ പോരെ, അതാണ് നിങ്ങളൊന്ന് കാണിക്കുക. വളരെ കണ്ടോ, അത് കാണാൻ പോലും ഇല്ല അങ്ങനെ. കേസ് നിങ്ങൾക്ക് ഫോണിൽ മര്യാദയ്ക്ക് കാണുമെന്ന് അറിഞ്ഞൂട്ടോ കേട്ടോ. കണ്ടോ, ഒന്നുമില്ല. അതോ ഇങ്ങനെ തിരിച്ചേക്കും, നീ കണ്ടു നോക്കിയാൽ മതി. കോണി നോക്കുമ്പോൾ മസ്കാര ഇങ്ങനെ എടുത്ത് വെക്കുന്നുണ്ടോ, അതാണ് ഞാൻ പറഞ്ഞ സംഭവം. എന്നിട്ട് ഇതുപോലെ വൈപ്പ് ചെയ്തിട്ട് അതിൻ്റെ മണ്ടയിലുള്ള എക്സസ്റ്റ് കളയണം. എക്സസ്റ്റ് അത് എടുത്ത് കളയണം. എടുത്ത് കളയും മീൻസ് ജസ്റ്റ് കൈ അതിൽ കൂടി ഇങ്ങനെ ഓടിച്ച് വിടുമ്പോൾ അത് തന്നെ ഇങ്ങനെ കയ്യെ പറ്റുമ്പോൾ നമ്മൾ ഹെയർ ഓയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈപ്പറോ കേട്ടോ അത് അപ്ലൈ ചെയ്ത് കൊടുക്കും, അത് കളയാം. അതാണ് ഞാൻ ഹെയർ ഓയിലാട്ടോ വെക്കാറ്. എനിക്കിനിയിപ്പം അത് വേറെന്തെങ്കിലുമൊക്കെ ലൈക്ക് വൈപ്പൊക്കെ എടുത്തിട്ട് കൈ പറ്റാനുള്ള സമയമില്ല. സത്യം പറഞ്ഞാൽ സമയമില്ലാത്ത മാത്രമല്ല, യെസ്, എൻ്റെ കണ്ണിൻ്റെ ഇവിടെ കൂടെ എന്തൊക്കെ മാരെ സോഡ നിങ്ങൾക്ക് എനിക്ക് ഫോണിൽ കൂടെ കാണത്തില്ല, എനിക്കറിയാം, കാരണം എനിക്ക് നിങ്ങളുടെ ഫോണിൽ കൂടെ കാണത്തില്ല. ഓക്കെ, അതാണ് മെയിനായിട്ടുള്ള ഒരു സംഭവം. പിന്നെ ലിപ് ബാം ഇതാണ് കേട്ടോ എൻ്റെ മെയിൻ ഒരു ഒരുക്കം, അതാണ്. പക്ഷെ എനിക്കത് വളരെ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. ഇതെന്താ ഇങ്ങനെ, ഇന്ന് സൺലൈറ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു പവർ ക്ലിയർ വരുന്നില്ല. എൻ്റെ ഫോൺ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഇങ്ങനെ ലീവ് ചെയ്താൽ മതിയില്ലേ, മതിനേ. എൻ്റെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഉടക്കൊക്കെ മുടി ഞാനിങ്ങനെ കൈ ഇങ്ങനെ ആക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ആക്കി ഞാൻ പൊട്ടിക്കുന്നത്. എനിക്കിത് മെയിൻ എടുക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് എവിടാ. ഇനി നമ്മളുടെ മെയിൻ ഐറ്റം, ഇവന്മാരിങ്ങനെ 2-3 പേരെ നമ്മൾ വിളിച്ച് പുറത്തിടുക, എന്നിട്ട് അവന്മാരോട് കാറ്റ് പറഞ്ഞോളം പറയാം. ഓക്കെ, അയ്യോ ഷൂട്ടില്ല ഗൈസ്. ഇനി ഞാൻ ഒത്തിരി നിങ്ങളെ ലാഗ് അടിപ്പിക്കുന്നില്ല, ഓൾറെഡി ലാഗായി എനിക്കറിയാം. ബട്ട് ഷൂട്ട് എടുത്താൽ ഇനി ഞങ്ങൾക്ക് പോവാണ്. ബിക്കോസ് ഞാൻ ഇനി താഴെ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് കഴിക്കുന്നതും ഒക്കെ അതൊക്കെ ഭയങ്കര ധൃതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. കാരണം സമയം പോയി. സമയം ഓൾവേസ് അങ്ങനെയാണ്, എൻ്റെ കൂടെ ഒന്നും നിൽക്കത്തില്ല അവൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അടുക്കി വെക്കുന്നത് നാളെയാണ്. നാളെയല്ല, വന്നിട്ട്. ഓക്കെ, അപ്പം ഞാൻ ഷൂ കൊട്ട് ബാഗ് എടുത്ത് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനിത് കട്ട് ചെയ്യുവാണ് ഗൈസ്. കാരണം ഞാൻ ഇനി ഓട്ടത്തിൻ്റെ ഓട്ടമായിരിക്കും. കാരണം 59 8 മണിക്ക് താഴെ ഇറങ്ങി ചെല്ലണ്ടോ. എന്നാലും ഒരു അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് എടുത്തോളൂ എനിക്ക് കഴിക്കാനും എൻ്റെ ലഞ്ച് സംഭവങ്ങളൊക്കെ എടുത്ത് വെക്കാനും. ഓക്കെ ഗൈസ്, മിക്കവാറും എന്താവും എനിക്ക് അറിഞ്ഞൂടെ. എന്താണേലും ബൈ. അപ്പം കോട്ടിട്ടു ആൻഡ് ബാഗ് ഇട്ടു. എനിക്ക് പറ്റായോ ദൈവമേ. ഓക്കെ, ഞാനൊരു കഴിയാറാക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇഷ്ടപ്പെടുമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യേണ്ട. ഇതിൽ നല്ല വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും. അതൊരിക്കും ബൈ. സണ്ണിനെ കണ്ടോടെ തന്നെ നിങ്ങൾ പൊക്കോ. എന്തെങ്കിലും കണ്ടോ എൻ്റെ ഫോക്കസ് പോയപ്പോൾ നല്ല ഭംഗിയിട്ട് കാണാം. ഓക്കെ ബൈ ഗൈസ്, ബൈ.